ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വിശാലിനെ തല്ലി ഒതുക്കി നമ്മുടെ കാവേരിയും കൂട്ടരും മാർത്താണ്ഡത്തുള്ള ആ ഫാം ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. എന്നിട്ട് യമുനയെ അവരെല്ലാ മുറികളിലും പരിശോധിക്കും. പക്ഷെ അവിടെയെങ്ങും യമുനയുള്ള ഒരു ലക്ഷണവും അവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗയും കാവേരിയും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ വിനീത് അടുത്ത് വന്നിട്ട് പറയും, നമ്മുടെ ഇവിടെ എല്ലാം പരിശോധിച്ചല്ലോ, ഒരിടത്തു പോലും യമുനയെ കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ കാവേരി പറയും, വിനീതേട്ടാ, ഉറപ്പായിട്ടും യമുന ഇവിടെ തന്നെ ഉണ്ട്, എനിക്കത് ഉറപ്പാ. വിശാല നമ്മൾ വന്നത് കണ്ടിട്ട് അവളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നേ എന്ന് പറയൂട്ടോ. നമ്മൾ എവിടെ പോയി ഇനി അന്വേഷിക്കും എന്ന് അപ്പോൾ ഗംഗ ചോദിക്കുകയാണ്. പെട്ടെന്ന് കാവേരിയുടെ ശ്രദ്ധയിൽ നമ്മുടെ യമുനയുടെ ബാഗ് പെടും. ഇത് യമുനയുടെ ബാഗല്ലേ ചേച്ചി, നോക്കിക്കേ എന്ന് പറയാം. അതെ, ഇത് യമുനയുടെ ബാഗ് തന്നെയാ. അതിനർത്ഥം നമ്മുടെ യമുന ഇവിടെ ഉണ്ടെന്ന, അവനെ പിടിച്ചോ ഒന്നുകൂടി കുടഞ്ഞാൽ എവിടെ ഉണ്ടെന്ന് അവൻ പറയും എന്നും പറഞ്ഞ് വിശാലിനെ പൊക്കി വലിച്ചുകൊണ്ട് വിനീത് വരികയാണ്. എന്നിട്ട് വിനീതും കൂടി വിശാലിന് 2-3 അടി കൊടുക്കും. സത്യം പറയടാ, ഞങ്ങളുടെ യമുനയെ നീ എവിടെ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു യമുനയും ആരും എൻ്റെ കൂടെ ഇല്ലെന്ന്. അവളെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് എന്നെ വന്നിങ്ങനെ തല്ലി ചതച്ചതിനുള്ള ശിക്ഷ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തായാലും തരും. എൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കാം. ഓ, ആ കള്ളൻ ജയപാലൻ്റെ മകനല്ലേടാ നീ എന്ന് അപ്പോൾ കാവേരി ചോദിക്കാം. നിന്റെ അച്ഛനെയും നിന്നെയൊക്കെ എനിക്കറിയാവുന്നത് പോലെ ആർക്കാ അറിയാവുന്നത് എന്ന് കാവേരി വീണ്ടും ചോദിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുവാണെന്ന് മനസ്സിലാക്കുന്ന വിശാലിൻ്റെ ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ ജയപാലനെ ഫോൺ വിളിക്കുകയാണ്. അപ്പം തിടുക്കപ്പെട്ടുള്ള അവരുടെ ഫോൺ കോൾ കാണുമ്പം ജയപാലൻ ചോദിക്കും, എന്താടാ നീയൊക്കെ എന്താ എന്നെ ഒരു വിളി എന്ന് ചോദിക്കുക. അങ്കിൾ, ആകെ പ്രശ്നമോ? അത് പിന്നെ വിശാൽ അവനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. വിശാൽ എന്ത് പ്രശ്നത്തിൽ പെടാൻ? അതിന് അവനിവിടെ ഇല്ലല്ലോ, അവൻ ബാംഗ്ലൂര് അവൻ്റെ ചേച്ചിയുടെ അടുത്തല്ലേ എന്ന് ചോദിക്കുക. അല്ല അങ്കിളെ, അവൻ കള്ളം പറഞ്ഞതാ. അവനിവിടെ മാർത്താണ്ഡത്തുള്ള ഫാം ഹൗസിലുണ്ട്. അവിടെ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന യമുനയും ഉണ്ട് കൂടെ. ഇപ്പം യമുനയുടെ വീട്ടുകാർ വന്ന് വിശാലിനെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. അത് കേൾക്കുന്ന ജയപാലൻ്റെ രക്തം തിളക്കി വിട്ടോ. എൻ്റെ മകനെ തല്ലി ചതയ്ക്കാനോ? അപ്പം യമുനയുടെ തിരോധാനത്തിന് പിന്നിൽ അവനാണോ എന്ന് അവരോട് ചോദിക്കുക. അതേ അങ്കിളെ എന്ന് പറയാം. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ജയപാലൻ. അപ്പം ജയപാലനും ആകെ ടെൻഷൻ കയറുകയാണേ. തൻ്റെ മകൻ ഇതിൽ പെട്ടിട്ടുണ്ട്, എങ്ങനെ അവനെ ഊരിയെടുക്കും? അതിനുവേണ്ടി ആദ്യം തന്നെ യമുനയെ കാണാനില്ല എന്ന് ഈ നാട്ടുകാരുടെ മുഴുവനും വിശ്വസിപ്പിക്കണം എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആരും അറിയാത്ത യമുനയുടെ തിരോധാനം നാട്ടിലുള്ള എല്ലാവരോടും അയാൾ വിളിച്ചു പറയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്നേഹതീരത്തേക്ക് അയലോക്കംകാരെല്ലാവരും കൂടി ഓടിപ്പാഞ്ഞ് ചെല്ലുകയാണ്. അപ്പം പെട്ടെന്ന് ആൾക്കാരെല്ലാം മുറ്റത്ത് കൂടുമ്പം ശാരദയും രാധമ്മയും എല്ലാം ആകെ ടെൻഷനാവും കേട്ടോ. സുജാതയും അവിടെയുണ്ട്. അപ്പം സുജാത എല്ലാവരുടെ മുന്നിലേക്ക് കയറി നിൽക്കും. നിങ്ങളെല്ലാവരും കൂടി ഇടിച്ചു പാഞ്ഞ് എങ്ങോട്ടായി കയറുന്നേ എന്ന് ചോദിക്കാം. അപ്പം ശാരദയുടെ അടുത്ത് ചെന്നിട്ട് അയലോക്കത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, ശാരദേ, നിന്റെ ഇളയ മകളില്ലേ ആ യമുന, അവളെ കാണാനില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, അവൾ എവിടെ പോയി? കോളേജ് വിട്ട് അവൾ വീട്ടിലേക്ക് വന്നില്ലല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ശാരദ അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ സുജാത പറയും, ഇതൊക്കെ നിങ്ങളോട് ആരാ പറയുന്നത്? ചുമ്മാ അനാവശ്യം ഈ വീട്ടിലെ പെൺകുട്ടികളെ പറ്റി പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, ഈ സുജാത ആരാണെന്ന് നീ അറിയും എന്ന് പറയാം. ദേ സുജാതെ, ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നാട്ടിൽ മുഴുവനും പാട്ടാ ശാരദയുടെ മകൾ യമുന കോളേജിൽ നിന്ന് ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അത് അറിഞ്ഞപ്പം അയലോക്കംകാരല്ലേ, ഒന്ന് അന്ന് കണ്ട് അന്വേഷിച്ചേക്കാമെന്ന് കരുതി വന്ന ഞങ്ങളിപ്പം കുറ്റക്കാരായോ എന്ന് ചോദിക്കാം. അപ്പം ശാരദ ചോദിക്കും, ആരാ പറഞ്ഞത് എൻ്റെ മകളെ കാണാനില്ലെന്ന്? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ തല്ലുകൊണ്ട് അവശനായ വിശാല് യമുന ഉണ്ടെന്നുള്ള കാര്യം അവരോട് എന്ത് ചെയ്താൽ പറയുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഈ യമുനയുടെ ബാഗ് കിടന്ന സ്ഥലത്ത് തന്നെ കാവേരി മുഴുവനും ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അവിടെ കുറേ ചാക്കുകെട്ടുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാവേരിയുടെ ശ്രദ്ധയിൽപ്പെടാം. ഗംഗേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഗംഗയെ വിളിക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ യമുന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പം വിനീതും വിശാലും എല്ലാം ഓടി വരികയാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് ആ ചാക്കുകെട്ടുകൾ 1-2 മാറ്റി നോക്കുമ്പം അതിനിടയിൽ തളർന്ന് കിടക്കുന്ന യമുനയെ ശ്രദ്ധയപ്പെടുക. പെട്ടെന്ന് തന്നെ യമുനെ മോളെ എന്നും പറഞ്ഞ് ചാക്കുകൾ മാറ്റി യമുനെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് നിർത്തുക. ചേച്ചി കണ്ടില്ലേ, ഇവനിവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇവളുടെ ദേഹത്തൊക്കെ അടികൊണ്ട് പാടുണ്ട്, അടികിട്ടി തളർന്ന നമ്മുടെ യമുന ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതെന്ന് പറയാം. അത് കേൾക്കുമ്പോഴേക്കും വിനീത് വീണ്ടും പോയി വിശാലിൻ്റെ തല്ല. എൻ്റെ അനീതിയുടെ ദേഹത്ത് കൈവെക്കാൻ മാത്രം നീ വളർന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് കൈ പിടിച്ച് തിരിക്കുകയാണ് കേട്ടോ. വിശാൽ അവിടെ വേദന കൊണ്ട് കരഞ്ഞു പോവാണ്. ഇതേ സമയം ഗംഗയും കാവേരിയും ചെന്നും വിശാലിനിട്ട് എടുപ്പ് തടി കൊടുക്കുന്നു.
കാവേരിയെ ഒരു വിധത്തിൽ ഗംഗ അവിടുന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. നമുക്ക് ഇപ്പം എത്രയും വേഗം യമുനയെ വീട്ടിലേക്ക് കൊണ്ടുപോവുക വേണ്ടത് എന്ന് പറയാണ് കേട്ടോ. സമയം ശാരദ ആകെ വീട്ടിൽ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നത് കൂടി ചെയ്തപ്പം ശാരദയ്ക്ക് ആകെ ബുദ്ധിമുട്ടായി. തൻ്റെ മകൾക്ക് എന്തോ വലിയ ആപത്ത് സംഭവിച്ചിരിക്കുകയാണോ എന്നുള്ള ചിന്തയൊക്കെ കടന്നു വരിക. അപ്പം രാധമ്മയും അതുപോലെ സുജാതയും അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ശാരദയ്ക്ക് സമാധാനിക്കാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും കാവേരിയെയും ഗംഗയും വിനീതിനെയൊക്കെ മാറി മാറി വിളിക്കുകയാണ്. പെട്ടെന്ന് കാവേരി ഫോൺ എടുക്കും കേട്ടോ. അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അമ്മ സങ്കടപ്പെടാതിരിക്കുക, യമുന നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ മോക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാം. ഒരു കുഴപ്പമില്ലമ്മേ, ഞങ്ങൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറയണം. എന്നാൽ യമുനയുടെ കയ്യിലൊന്ന് കൊടുത്തേ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാം. അമ്മേ, അവൾക്ക് പേടി. അമ്മ ഇപ്പം അവളോട് സംസാരിക്കണ്ട, അവൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിലേക്കല്ലേ വരുന്നത് എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കുവാണേൽ ശാരദ പറയും, അതൊന്നും സാരമില്ല, ഞാൻ അവളെ വഴക്കൊന്നും പറയത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ കാവേരി ആണെങ്കിൽ എമിനോട് പറയും, എമിനെ നീ ഒന്ന് സംസാരിക്കുക, അമ്മയ്ക്കൊന്ന് സമാധാനം കിട്ടട്ടെ, എനിക്ക് പേടിയാ ചേച്ചി, ഞാൻ ആ വിശാലിൻ്റെ കൂടെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല. ഏയ് അമ്മ ഒന്നും പറയില്ല, നീ ഒന്ന് സംസാരിക്കുക എന്ന് ഗംഗയും കാവേരിയും കൂടി നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പം യമുന ഫോൺ കയ്യിലെടുത്ത് സംസാരിക്കുക. അമ്മേ എന്ന് വിളിക്കുക. മോളെ, നിനക്കൊരു ആപത്തും പറ്റിയില്ലല്ലോ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. അമ്മ ആകെ പേടിച്ചു പോയി. ആ ജയപാലൻ്റെ മകനാണോ നിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്ന് ചോദിക്കുക. നീ എന്തിനാ മോളെ അവൻ വിളിച്ചപ്പോൾ കൂടെ പോകാൻ പോയത് എന്ന് പറയാം. അപ്പോൾ യമുന കരയുന്ന കാണുമ്പം കാവേരി പറയും, അമ്മേ ഇപ്പം അവളെ അവിടെ അതൊന്നും ചോദിച്ചിട്ട് സങ്കടപ്പെടുത്തല്ലേ, അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് മോളെ, അവൻ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അല്ലേ എന്ന്. അപ്പം കാവേരിയോട് ശാരദ പറയാം, അമ്മേ ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നത്, അമ്മ ടെൻഷനാകാതിരിക്കുക, ഇപ്പം തന്നെ വീട്ടിലെത്തും എന്ന് പറയണം കേട്ടോ. ഇതേ സമയം പോകുന്ന വഴിക്ക് നിവിൻ പറയും, ഒരു തട്ടുകട കാണുമ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ, യമുനയും ആകെ വല്ലാത്തൊരവസ്ഥയിലല്ലേ എന്ന് പറയാം. അപ്പോൾ യമുന പറയും, എനിക്കൊന്നും വേണ്ട എന്ന് പറയണം. പക്ഷേ ഗംഗയും കാവേരിയും കൂടി നിർബന്ധിച്ച് യമുനയ്ക്ക് ചായയൊക്കെ മേടിച്ചു കൊടുക്കുക. പക്ഷെ അത് കുടിക്കാൻ പോലും യമുനയ്ക്ക് പറ്റുന്നില്ല കേട്ടോ, ചുണ്ടൊക്കെ മുറിഞ്ഞ ഇരിക്കുന്നത്. അപ്പം യമുനയാണെങ്കിൽ കുടിക്കാതെ നിൽക്കുന്ന കാണുമ്പം ചേച്ചിമാരത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ഗംഗ ചോദിക്കുക. ചേച്ചി എനിക്കിത് കുടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം. അത് കാണുമ്പോൾ നമ്മുടെ കാവേരിയുടെ രക്തം തിളയ്ക്കുകയാണ്. കാവേരി വിശാലിനിട്ട് 2 എണ്ണം കൂടി കൊടുക്കുക. ഒരു വിധത്തിൽ വിനീത നിവിനും കൂടി കാവേരിയെ പറഞ്ഞ് മനസ്സിലാക്കി പിടിച്ചു വലിച്ചുകൊണ്ട് വരിക. ഒന്ന് സമാധാനപ്പെടേണ്ട കാവേരി എന്ന് പറയാ. കണ്ടില്ലേ യമുനെ കാണിച്ചു വെച്ചിരിക്കുന്നത്, അവളുടെ ദേഹത്ത് കൈവെക്കാൻ ഇവൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ജയപാലനും ഭാര്യയും കൂടി നേരെ പോകുന്നത് സ്നേഹതീരത്തേക്കാണ്. അപ്പം സുജാതയും ശാരദയൊക്കെ അവരെ കാണുമ്പം ചൂലും എടുത്തുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. തനിക്ക് ഈ വീട്ടിൽ കയറാൻ എങ്ങനെ ധൈര്യം വന്നടോ എന്ന് ശാരദ ചോദിക്കുകയാണ്. ദേ ശാരദ, എൻ്റെ മകനെ നിൻ്റെ മക്കളും മരുമകനും കൂടി എടുത്തിട്ടടിച്ചു. പക്ഷേ ഈ ജയപാലൻ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എൻ്റെ മകൻ്റെ ദേഹം നൊന്തത് ഞാൻ അറിഞ്ഞാൽ പച്ചക്കെല്ലാത്തിനും ഞാൻ കത്തിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പം ശാരദയ്ക്ക് ദേഷ്യം വരികയാണ്. ഈ പെരയ്ക്കകത്ത് കയറി ഇങ്ങനെ പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ? എൻ്റെ മകളെ കടത്തിക്കൊണ്ട് വന്ന് അവളെ ഉപദ്രവിച്ചതും പോരാ, എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നോ? സത്യം പറഞ്ഞാൽ ഞങ്ങളല്ലേ ഈ ചോദ്യം തന്നോട് ചോദിക്കേണ്ടത്. ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ചൂള് വെച്ച് അടിച്ച് ഭാര്യയും ഭർത്താവിനെയും ഞാൻ ഇറക്കി വിടും എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജയപാലന് വല്ലാത്ത നാണക്കേടാവുകയാണ് കേട്ടോ. ജനിപ്പിക്കാൻ എനിക്കറിയാമെങ്കിൽ സംരക്ഷിക്കാനും ഈ ജയപാലൻ അറിയാം എന്ന് പറയാം. അപ്പം ശാരദ വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കാണുമ്പം പ്രവീണ പറയും, ഏട്ടാ നമ്മുടെ മോൻ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും, നീ ഒന്ന് സമാധാനപ്പെടേണ്ട പ്രവീണെ, എൻ്റെ മകൻ്റെ കാര്യം നോക്കാനേ ഈ ജയപാലൻ അറിയാം, നീ എന്നെ വിശ്വസിക്കുക എന്ന് പറയാം. അങ്ങനെ സ്നേഹതീരത്ത് നിന്ന് ചാടിത്തുള്ളി പോകുമ്പോഴാണ് നമ്മുടെ കാവേരിയും കൂട്ടരും വരുന്ന വണ്ടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വണ്ടി അങ്ങോട്ട് വരുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് യമുനയായിട്ട് ഗംഗയും കാവേരിയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ജയപാലൻ അവിടെ നിൽക്കുന്ന കാണുമ്പം കാവേരിക്ക് ദേഷ്യം വരികയാണ്. തന്നെ ആരാടോ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിക്കുക. അല്ല, ഒരു കണക്കിന് താൻ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് പറയണേ. അപ്പോൾ ഈ ബഹളമെല്ലാം കണ്ടുകൊണ്ട് അയലോക്കത്തുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ജയപാലൻ പറയും, കണ്ടോ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ചേച്ചിമാർ വന്നിരിക്കുക, എന്നിട്ട് അതിനും കുറ്റം എനിക്ക് എന്ന് പറയാം. തനിക്ക് ഒരു കുറ്റമില്ല, തന്നെക്കാലം വലിയ തെറ്റ് ചെയ്തത് ഇവിടെ തൻ്റെ മകനാ എന്നും പറഞ്ഞ് വിനീത അവനെ വലിച്ചുകൊണ്ട് ജയപാലിൻ്റെ മുന്നിലേക്ക് ഇടുക. ഇവനാ ഞങ്ങളുടെ യമുനയെ തട്ടിക്കൊണ്ട് പോയത് എന്ന് എല്ലാവരോടും പറയും. അപ്പം മകൻ്റെ അവസ്ഥ കാണുമ്പം ജയപാലനും പ്രവീണയ്ക്കും ഒരുപാട് സങ്കടം വരിക. മോനെ എന്നും പറഞ്ഞുകൊണ്ട് പ്രവീണ ഓടിപ്പോയി വിശാലിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ആരും ഇങ്ങനെ അടിച്ചത് എന്ന് പറയാം. അപ്പം കാവേരി പറയും, ഞങ്ങളുടെ അനിയത്തെ ഉപദ്രവിക്കാൻ നോക്കിയ ഇവനെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അനിയത്തെ കടത്തിക്കൊണ്ട് പോയി അവളെ ഉപദ്രവിച്ചതും
മാത്രം പോരാ, എന്നിട്ട് അവനെ ഞങ്ങൾ ഇവിടെ കൊണ്ട് തന്നത് ഞങ്ങളുടെ മനസ്സിൻ്റെ നന്മ എന്ന് പറയാം. അപ്പം തൻ്റെ മകൻ്റെ അവസ്ഥ കാണുന്ന ജയബാലൻ കാവേരിയുടെയും വിനീതിൻ്റെയൊക്കെ മുന്നിലേക്ക് കയറി നിൽക്കുക. ഇതിനുള്ള പണി നിങ്ങൾക്ക് ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ പേര് ജയബാലൻ എന്നല്ല. ഇപ്പം അടുത്ത് നിൽക്കുന്ന നിവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിലുള്ളവരുടെ കൂടെ നടക്കരുതെന്ന്. വീണ്ടും ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം നിവിന് ഒരു പുച്ഛത്തോടെ അതിനൊരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഇതേസമയം ശാരദ ഓടി വന്ന് നമ്മുടെ യമുനയെ കെട്ടിപ്പിടിക്കുക. മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പം ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരും എല്ലാം കൂടി യമുനയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ യമുനയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോവുകയാണ്. യമുന അവിടെ നിന്ന് കരയാ. മോളെ നീ കരയാതെ, അവൻ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ശാരദ ചോദിക്കുക. അമ്മേ അവളെ ഒന്ന് സമാധാനത്തോട്ട് ഇരിക്കാൻ സമ്മതിക്കുക എന്ന് പറയണേ. അങ്ങനെ ഗംഗയും കാവേരിയും കൂടി യമുനയുടെ ദേഹത്തെ മുറിവുകളൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ യമുന കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. യമുനയുടെ അവസ്ഥ കാണുമ്പം അവർക്കും ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. പെട്ടെന്ന് ശാരദ അടുത്ത് വന്നിട്ട് ചോദിക്കും, അമ്മ ഒരു കാര്യം എന്ന് പറയാം. എന്താമേ എന്ന് അപ്പം കാവേരി ചോദിക്കുക. യമുനെ മോളെ നിങ്ങൾക്കിടയിൽ വേറെ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം യമുന നിന്ന് കരയാം. അമ്മേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവളെ പിടിച്ചു വലിച്ച് കൊണ്ടുചെന്ന് ഉപദ്രവിച്ചു എന്നല്ലാതെ വേറെ രീതിയിൽ അവൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അമ്മ യമുനയോട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചോദിച്ച് വേദനിപ്പിക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പം ശാരദ ഒരമ്മയുടെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് കാവേരിയോട് അപ്പം പറയാണ് കേട്ടോ. അപ്പം ഗംഗ പറയും, പോട്ടടി അമ്മയുടെ മനസ്സിലും ആദ്യം ഉണ്ടാകും എന്ന് പറയാം എന്ന് കരുതി ഈ സാഹചര്യത്തിലാണോ ഇവളോട് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കാം. ഇതേ സമയം ജയബാലൻ്റെ വീട്ടിൽ തൻ്റെ മകൻ്റെ അവസ്ഥ കാണുന്ന ജയബാലൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് വിശാലിനെ ബാധിക്കും എന്ന് മനസ്സിലാകുക. അപ്പോൾ ജയബാലൻ വിശാലിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നടാ ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്ന് ചോദിക്കാം. അച്ഛ ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങി സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോയതുപോലെ തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. അവൾക്കൊരു പാഠം പഠിപ്പിക്കണമായിരുന്നു. എൻ്റെ അച്ഛനെ അവളും അവളുടെ കുടുംബവും ചേർന്ന് എത്രമാത്രം വേദനിപ്പിച്ചു, അതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് എന്ന് പറയാം. എടാ മോനെ, നിന്റെ അച്ഛൻ എങ്ങനെ അവരോട് പെരുമാറണമെന്നൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ പകയ്ക്ക് കൂട്ട് എൻ്റെ മോൻ ചേരേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ പ്രവീണ വന്നിട്ട് പറയും, ജയബാലേട്ട നമ്മുടെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയാം. എൻ്റെ പ്രവീണെ നീ എന്തിനെ കിടന്ന് ഈ കരയുന്നത്? അവനെ രക്ഷപ്പെടുത്താനൊക്കെ എനിക്കറിയാം. ജനിപ്പിച്ചത് ഞാനല്ലേ, അപ്പം അവനെ എങ്ങനെ വളർത്തണമെന്നും ഈ ജയബാലൻ അറിയാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പോലീസിനെ വീട്ടിലേക്ക് വരുത്തിച്ച് വിശാലിൻ്റെ അവസ്ഥയെല്ലാം കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ്. അതും വിനീതിനെതിരെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവനെ ഈ പരുവത്തിലാക്കിയത് വിനീത് എന്ന് പറയുന്ന ആളാണെന്നും അവനെതിരെ പരാതി ഫയൽ ചെയ്യണമെന്നും പറഞ്ഞ് പരാതി എഴുതി കൊടുക്കുക. ഇതേ സമയം സ്നേഹതീരത്ത് വിനീതിന്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ നമ്മുടെ കാവേരി ഗംഗയോട് പറയാണ്, എൻ്റെ ഗംഗേച്ചി ഞാൻ വിനീതേട്ടനെ പറ്റി വിചാരിച്ചിരുന്നത് ഒരയ്യോ പാവമാണെന്ന, പക്ഷെ എൻ്റെ ആ വിചാരം വെറും തെറ്റിദ്ധാരണയാണെന്ന് വിനീതേട്ടൻ ഇന്ന് മനസ്സിലാക്കി തന്നു. എന്തായിരുന്നു ഒരു പെർഫോമൻസ്! ആ വിശാലിനെയും അവൻ്റെ ഊള ഫ്രണ്ട്സിനെയും ഇടിച്ചിട്ട് അലക്കിയെടുത്തില്ലേ നമ്മുടെ വിനീതേട്ടൻ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗംഗയ്ക്കും ഒരുപാട് അഭിമാനം വിനീതിനെ പറ്റി തോന്നുന്നുണ്ട് കേട്ടോ. ഇതേസമയം ജയബാലൻ കൊടുത്ത പരാതിക്കനുസരിച്ച് നമ്മുടെ വിനീതിനെ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കാണുമ്പം സ്നേഹതീരത്തുള്ളവരെല്ലാം ആകെ തകർന്നു പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കാവേരിയും ആകെ ടെൻഷനായിട്ട് നിൽക്കുക. ഒരു സഹായത്തിന് നിവിനെ വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിവിൻ എല്ലാവരോടുമായിട്ട് പറയും, നമുക്കൊരു വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ യമുന ഒരു പരാതി കൊടുക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് മനസ്സിലാക്കുക. പക്ഷെ ശാരദയും ഗംഗയും ഒക്കെ അതിനെതിരാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യമുനയുടെ ജീവിതത്തെ തന്നെ ബാധിച്ചാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കാവേരി എങ്ങനെയും വിനീതിനെ പുറത്ത് ഇറക്കാനായിട്ടാണ് നോക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് വിനീതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വളരെ മോശമായിട്ടാണ് നമ്മുടെ കാവേരിയോട് സംസാരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ കാവേരി നിൽക്കുകയാണ്. കാരണം ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും ജയബാലൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് കാവേരിക്കും ബോധ്യപ്പെടുകയാണ്. അപ്പം വിനീതേട്ടനെ പുറത്തിറക്കണമെങ്കിൽ യമുന തന്നെ വിചാരിക്കണം എന്ന് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ യമുനയോട് അക്കാര്യം സംസാരിക്കാൻ നമ്മുടെ കാവേരി തീരുമാനിക്കുകയാണ് കേട്ടോ. വിനീതേട്ടനെ പുറത്തിറക്കണമെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾക്കെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്
വിശാലിനെതിരെ ഒരു പരാതി കൊടുക്കണം, നിന്നെ രക്ഷപ്പെടുത്താനായിട്ടാണ് വിനീതേട്ടൻ അവനെ ഉപദ്രവിച്ചതെന്ന് തെളിയണം, അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ വിനീതേട്ടൻ പുറത്തു വരും എന്ന് ബോധ്യപ്പെടുത്താണ്. തന്നെ രക്ഷിച്ച വിനീതേട്ടന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ യമുനയും തയ്യാറാവുകയാണ് കേട്ടോ. കാരണം യമുനയ്ക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ വേറൊരു വഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് യമുനയും കാവേരിയുടെ കൂടെ വരുന്നത്. ഇക്കാര്യം ശാരദയോ മറ്റുള്ളവരെയോ ഒന്നും ഇവർ അറിയിക്കുന്നതുമില്ല. അപ്പം യമുനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കാവേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന കാണുന്ന നിവിൻ ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടാണോ ഇങ്ങനൊരു തീരുമാനം കാവേരി എടുത്തത് എന്ന് ചോദിക്കുക. അതെന്താ നിവിൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. വിനീതേട്ടനെ ഇറക്കാനായിട്ടല്ലേ യമുന വന്നത് എന്ന് ചോദിക്കുക. അതല്ല എന്ന് അപ്പം നിവിൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ യമുന തന്നെ ഒരു പരാതി വിശാലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അപ്പോൾ ആദ്യം പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കാനോ പരാതി എഴുതിയെടുക്കാനോ കൂട്ടാക്കത്തില്ല. പക്ഷേ യമുന തൻ്റെ ദേഹത്തെ മുറിവുകളൊക്കെ കാണിക്കാവുന്ന രീതിയിലൊക്കെ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ലേഡീസ് കോൺസ്റ്റബിൾ വന്ന് അവളെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരാതി എഴുതിയെടുക്കുകയാണ്. അപ്പം ജയപാലൻ തന്നത് കള്ള പരാതിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും യമുന തന്ന പരാതി അവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായ അവസ്ഥ വരികയും ചെയ്യാണ് കേട്ടോ. ശരിക്കും പോലീസുകാരെ നിർബന്ധിതരാകുക എന്ന് തന്നെ പറയാം. വേറെ നിവൃത്തിയില്ലാതെ വിശാലിനെ അറസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വിനീതിനെ പുറത്തിറക്കിക്കൊണ്ട് അവരെല്ലാവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം പക്ഷെ ശാരദയും ഗംഗയും കാവേരിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താവശ്യം ഉണ്ടായിരുന്നു ഇത് എന്നും ചോദിച്ച്. കാരണം മകന്റെ അറസ്റ്റ് കൂടി സംഭവിക്കുമ്പം ഒരുപാട് പ്രശ്നം ജയപാലൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കുന്നുണ്ട് സ്നേഹതീരത്ത്. അപ്പം അതെല്ലാം കൂടി ആകുമ്പം കാവേരി കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വിനീത് കാവേരി പാവമാണെന്നും അവളെ തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഗംഗ പറയും, നിവിൻ പറഞ്ഞതാണല്ലോ ഒരു വക്കീലിനെ കൊണ്ട് വിനീതേട്ടനെ പുറത്തിറക്കിക്കായിരുന്നു എന്ന്, എന്നിട്ടും അവൾക്ക് വലിയ ആളാകണം, അതിനുവേണ്ടിയല്ലേ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, കാവേരി എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാം. കാവേരിയുടെ ഈ എടുത്തുചാട്ടവും അവൾക്ക് മാത്രമേ കുടുംബത്തോടുള്ള സ്നേഹമുള്ളൂ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്ന് ഗംഗ പറയാണ്. ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ എന്നതാ, ആ ജയപാലിൻ്റെ ദേഷ്യവും വാശിയും കൂടുകയല്ലേ ഉള്ളൂ ഇനി എന്ന് ഗംഗ ചോദിക്കുകയാണ്. അതുമാത്രമോ, ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ യമുനയുടെ ഭാവിയെ അത് ബാധിക്കില്ലേ, കാവേരി എന്താ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും ആഴ്ചയിലെ എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.